എല്ലാവർക്കും നമസ്കാരം. ന്യൂ മാസ്റ്റർ വാസ്തുവിലേക്ക് സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. രാഹു നമ്മുടെ മിക്ക കുടുംബത്തിലും രാഹുവുണ്ട്. രാഹു ക്ഷേത്രങ്ങളുണ്ട്. ചില കുടുംബങ്ങളിൽ വീട് വയ്ക്കുന്നതിന് വേണ്ടി സർപ്പങ്ങളെ ആവാഹിച്ച് നമ്മൾ കൊണ്ട് ഏതെങ്കിലും വലിയ സർപ്പക്ഷേത്രങ്ങളിൽ കൊണ്ടിരുത്തും. അത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല ആരും. അപ്പോൾ എന്തു പറ്റും? അവർക്ക് ഇവിടെ ഇരുന്നപ്പോൾ കിട്ടിയതൊന്നും അവിടെ കിട്ടുന്നില്ല. അവിടെ കൊണ്ട് ഇരുത്തിയെന്നും പറഞ്ഞ് കാര്യമായില്ല. നമ്മൾ അവർക്ക് എന്നാണോ ഇരുത്തിയത് അത് ഒരു വർഷം കൂടുമ്പോൾ അവർക്ക് വേണ്ടത് എല്ലാം അവിടെ കൊണ്ട് കൊടുക്കണം. അത് കുടുംബാംഗങ്ങളെ എല്ലാവരും കൂടി ആയിരിക്കണം പോകേണ്ടത്. അവർക്ക് സാധിച്ചില്ല, അവരിപ്പോൾ ഇവിടെ ഇല്ല, അവർ ഫോറിൻ കൺട്രികളിലൊക്കെ ആണെങ്കിൽ കുടുംബത്തിലെ കാർന്നോരോ അല്ലെങ്കിൽ അങ്ങേർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമോ അവിടെ ചെന്ന് എല്ലാ വർഷവും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർപ്പകോപത്തിന് നമുക്ക് ഒരിക്കലും സാധ്യതയില്ല. അതുപോലെ തന്നെ സർപ്പക്ഷേത്രങ്ങളിലും നമ്മൾ എല്ലാ വർഷവും പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. സർപ്പങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു സർപ്പക്കാവ് ഉണ്ടെന്നിരിക്കട്ടെ, എല്ലാ ദിവസവും അവിടെ സന്ധ്യയ്ക്കൊരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും സന്തോഷമായി. ആരെങ്കിലും ആ കുടുംബങ്ങളിലെ ആര് കത്തിച്ചാലും അത് പ്രോബ്ലമില്ല. ഇപ്പം ഏതെങ്കിലും ആൾക്കാർക്ക് സർപ്പകോപത്താൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അവർ അവിടെ എണ്ണ കൊടുത്ത് ആ എണ്ണ അവിടെ കത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു രോഗശാന്തി, അവർക്കൊരു സമാധാനം, ഇത് ഉറപ്പായിട്ടും മരുന്നാണ്. സർപ്പത്തിന് നമ്മൾ ഒരുപാട് പേടിക്കേണ്ട ഒരാവശ്യമില്ല. അവർ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അവർക്ക് എന്തങ്ങോട്ട് കൊടുക്കുന്നോ തീർച്ചയായിട്ടും അവർ നമുക്ക് അവരുടെ എല്ലാ അനുഗ്രഹവും നമുക്ക് തന്നിരിക്കും. അവർക്ക് ഒരു വൈകുന്നേരം ഒരു വിളക്ക് ആ സർപ്പക്കാവിൻ്റെ അവിടെ കത്തിക്കുക, വർഷാവർഷം അവർക്ക് സർപ്പപൂജ നടത്തുക, ഇതെല്ലാം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നാൾക്ക് നാൾ അഭിവൃദ്ധി. ആരാണോ ചെയ്യുന്ന ആ കുടുംബത്തിന് മൊത്തം നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഈ പറഞ്ഞ സർപ്പദൈവങ്ങളെ പറ്റിയുള്ള ചെറുവിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കണം. ഇന്നത്തെ സബ്ജക്റ്റ് ഞാനിവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നമസ്കാരം.